മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റജുലൻ സമിഅ റജുലൻ യഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് യുറദ്ദിദുഹാ. ഒരു വ്യക്തി മറ്റൊരാൾ ആവർത്തിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് കേട്ടു. ഫലമ്മ അസ്ബഹ ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രഭാതമായപ്പോൾ ഈ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഫദക്കറ ദാലിക ലഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താൻ കേട്ട ഈ വിവരത്തെക്കുറിച്ച് പറഞ്ഞു. വകഅന്ന റജുല യതഖാല്ലുഹ. കുറച്ച് കാണുന്നത് പോലെയാണ്, ആ പ്രവൃത്തിയെ കുറച്ച് കാണുന്നത് പോലെയാണ് ഈ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ വിവരം അറിയിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ, അല്ലാഹുവാണ് സത്യം, സൂറത്തുൽ ഇഖ്ലാസ് അത് ഖുർആനിൻ്റെ 1/3 സമമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 1/3 സമമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ ഈ സൂറത്ത് നിർവഹിക്കാനായി, ഓതാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസവും ഈ സൂറത്ത് ഓതാതെ കഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം ഏതാണ്? മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അന്നൽ മുശ്രിക്കീന, അദ്ദേഹം പറഞ്ഞു, അന്നൽ മുശ്രിക്കീന ഖാലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുദൈവ വിശ്വാസികളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഉൻസുബ് ലനാ റബ്ബക്, നിന്റെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്ക് വിവരിച്ചു തരണമെന്ന് പറഞ്ഞു. ഫഅൻസലല്ലാഹു ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എന്താണ് സഹോദരങ്ങളെ നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ നമ്മളോട് പറയുന്നത്? അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പ്രഥമ കൽപ്പന. ഖുൽ, അല്ലാഹുവിൻ്റെ റസൂലെ പറയുക, അല്ലാഹു ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ നന്മകളുടെയും പൂർണ്ണതയുടെ വിഷയത്തിൽ അല്ലാഹു ഏകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ റഹ്മത്ത് ചെയ്യുന്ന ഒരാളുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ കാണുന്നവനായി ഒരാളുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ കേൾക്കുന്നവനായി ഒരാളുമില്ല. നമ്മുടെ മനസ്സിൻ്റെ അകങ്ങളിലുള്ള ചെറിയ വിങ്ങലുകൾ വരെ കേൾക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിനെ പോലെ സമീആയ, അല്ലാഹുവിനെ പോലെ കേൾക്കുന്നവനായ ഒരാളുമില്ല. നമ്മുടെ ചെറിയ നന്മകൾ വരെ കാണുന്ന, നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത, ഒരാൾ പോലും പരിഗണിച്ചിട്ടില്ലാത്ത, നമ്മൾ പോലും ഓർത്തിരിക്കാൻ സാധ്യതയില്ലാത്ത നമ്മുടെ നന്മകളെ കാണുകയും അത് പരിഗണിക്കുകയും ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു ശക്കൂറാണ്. അല്ലാഹു ശക്കൂറാണ്. നമ്മളൊരു നന്മ ചെയ്താൽ, അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മളൊരു നന്മ ചെയ്താൽ ഏറ്റവും നല്ല രൂപത്തിൽ അത് സ്വീകരിച്ചു അതിനേക്കാൾ മനോഹരമായ രൂപത്തിൽ അതിന് പ്രതിഫലം നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു എല്ലാ സർവ നന്മകളുടെയും പൂർണ്ണതയുടെ വിഷയത്തിൽ ഏകനാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആരാധിക്കപ്പെടാനുള്ള അർഹതയുടെ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. ആരാധിക്കപ്പെടാനുള്ള അർഹതയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാണ്. നമ്മൾ ഭയപ്പെടേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ്. നമ്മൾ തവക്കുൽ ചെയ്യേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാണ്. നമ്മൾ സുജൂദ് ചെയ്യേണ്ടതും അല്ലാഹുവിൻ്റെ മുമ്പിൽ മാത്രമാണ്. നമ്മുടെ നിസ്കാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. നമ്മുടെ ഹജ്ജും ഉംറയും സകാത്തും നോമ്പും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. നമ്മുടെ സഹായതേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. നമ്മുടെ നേർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ആരാധിക്കപ്പെടാനുള്ള അർഹതയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക, കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. രണ്ടാമത്തെ ആയത്ത് അല്ലാഹു സമദ്. അല്ലാഹു സമദ് എന്താണ് ആയത്തിന്റെ അർത്ഥം? മുഫസ്സിറുകൾ പറയുന്നു, അന്നഹുൽ കാമിൽ ഫീ സിഫാതിഹി
തന്റെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ, ഗുണങ്ങളുടെ വിഷയത്തിൽ സമ്പൂർണനായവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇൽമിന്റെ വിഷയത്തിൽ, അറിവിന്റെ വിഷയത്തിൽ സൃഷ്ടികളുടെ അറിവല്ല അള്ളാഹുവിനുള്ളത്. നമ്മളെപ്പോലെ ന്യൂനതയുള്ള അറിവല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളത്. അറിവിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണനാണ്. ഹിൽമിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണനാണ്. ഇസ്സത്തിന്റെ വിഷയത്തിൽ, പ്രതാപത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണനാണ്. റഹ്മത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണനാണ്. നമ്മുടെ കാരുണ്യം ന്യൂനതയുള്ള കാരുണ്യമായിരിക്കും, അസ്ഥാനത്തുള്ള കാരുണ്യമായിരിക്കും, ന്യൂനതകളേറെയുള്ള കാരുണ്യമായിരിക്കും സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും ഉണ്ടാവുക. എന്നാൽ അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ റഹ്മ അത് സമ്പൂർണമാണ്. അള്ളാഹുവിന്റെ ഓരോ സിഫാത്തുകളും അത് സമ്പൂർണമായ സിഫാത്തുകളാണ്. അതാണ് സമദ് എന്ന് പറഞ്ഞാൽ അൽ കാമിലു ഫീ സിഫാത്തി. തന്റെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ, ഗുണങ്ങളുടെ വിഷയത്തിൽ സമ്പൂർണനായവൻ. അല്ലദി ഇഫ്തഖറത് ഇലൈഹി ജമീഉ മഖ്ലൂഖാതി. തന്റെ മുഴുവൻ സൃഷ്ടികളും ആരിലേക്കാണോ ആശ്രിതരായിട്ടുള്ളത് അവൻ. അതാണ് സമദ് എന്ന് പറഞ്ഞാൽ. നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആവശ്യക്കാരാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചത്. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും അല്ലാഹുവേ എന്റെ കാര്യം എന്നിലേക്ക് നീ ഏൽപ്പിക്കരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഓരോ ദിവസവും പ്രാർത്ഥിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും സ്വന്തം കാര്യം നോക്കി നടത്താൻ പ്രാപ്തരല്ല നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിരന്തരം ആവശ്യക്കാരാണ് നമ്മൾ. അല്ലാഹു സമദ്. മുഴുവൻ സൃഷ്ടികളും ആരിലേക്കാണോ ആശ്രിതരായിട്ടുള്ളത് അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സമദ് എന്ന് പറഞ്ഞാൽ തന്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ, തന്റെ ഗുണങ്ങളുടെ വിഷയത്തിൽ സമ്പൂർണനായവൻ. അതോടൊപ്പം മുഴുവൻ സൃഷ്ടികളും ആരിലേക്കാണോ ആവശ്യക്കാരനായിട്ടുള്ളത് അവൻ അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലം യലിദ് അവൻ ജന്മം നൽകിയിട്ടില്ല, വലം യൂലദ് അവൻ സന്താനമായി ജനിച്ചിട്ടുമില്ല. ലം യലിദ് വലം യൂലദ് അവൻ ജന്മം നൽകിയിട്ടില്ല, വലം യൂലദ് അവൻ ജനിച്ചവനുമല്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മുഫസ്സിറുകൾ പറയുന്നു, 3 വിഭാഗം ആളുകൾക്കുള്ള മറുപടി ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ഒന്നാമത്തേത് മുശ്രിക്കുകളാണ്. മുശ്രിക്കുകൾ മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വിശ്വസിച്ച ആളുകളാണ്. മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പെൺമക്കളാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ് മുശ്രിക്കുകൾ. അല്ലാഹു പറയുന്നു, ലം യലിദു മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളല്ല. ലം യലിദു അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മം നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ജൂതന്മാർക്കുള്ള മറുപടിയുണ്ട്. ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ജൂതന്മാർ. അല്ലാഹു പറയുന്നു, ലം യലിദു ഉസൈർ അല്ലാഹുവിന്റെ പുത്രനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി നൽകുന്നു. അതുപോലെ തന്നെ നസ്രാനികൾക്കുള്ള മറുപടിയുണ്ട്. മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നസ്രാനികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി നൽകുന്നു, ലം യലിദു അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മം നൽകിയിട്ടില്ല. അല്ലാഹുവിന് സന്താനമില്ല, അല്ലാഹുവിന് സന്താനങ്ങളില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസിലൂടെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടും നമുക്ക് വിവരിച്ചു തരികയാണ്. വലം യൂലദു അവൻ ജനിച്ചിട്ടുമില്ല. അവസാനത്തെ ആയത്തും വലം യകുല്ലഹു കുഫുവൻ അഹദ്. വലം യകുല്ലഹു കുഫുവൻ അഹദ് അവന് തുല്യരായി ആരുമില്ല. അല്ലാഹുവിന് തുല്യരായി ഒരാളുമില്ല. സൃഷ്ടികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യരായിക്കൊണ്ട് ഒരാളുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്ത് നമ്മൾ പഠിക്കണം. ഈ സൂറത്തിന്റെ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കണം. അതിന്റെ വിശദീകരണം നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഇത് നിർവഹിക്കാനായി പഠിപ്പിച്ച സന്ദർഭങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മൾ അർത്ഥം ചിന്തിച്ചു, ആശയം ഉൾക്കൊണ്ട്, അർത്ഥത്തെക്കുറിച്ച് ഉറ്റാലോചിച്ചുകൊണ്ട് ഈ സൂറത്തിന്റെ ഓരോ ആയത്തുകളും നമ്മൾ ഓതണം. അത് കർമ്മപദത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.